അബിയ എന്നാണ് പേര്. ലക്ഷദ്വീപാണ്. വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരണമെന്ന് തോന്നി. ഞാനിവിടെ കുന്നമംഗലത്തെ താമസിക്കുന്നു. അങ്ങനെ വന്നതാണ്. ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഇത്തരം മയക്കുമരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല, മദ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മദ്യം ലക്ഷദ്വീപിലെ പല ദ്വീപുകളിലേക്കും എത്തിത്തുടങ്ങി. അതുപോലെ തന്നെ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, IAS ഫാക്കൽറ്റിയാണ്, റൈറ്ററാണ്. അപ്പോൾ ദ്വീപിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പലരും ഇത്തരം ഇതിൽ പെടാറുണ്ട്. ഇവിടെ വന്ന് നശിച്ച് തിരിച്ചു പോകുന്നു എന്നാണ്. കുട്ടികൾ ഒരുപാടുണ്ട്. എന്നോട് തന്നെ പാരൻസ് പറഞ്ഞ കേസുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിലുള്ള കേസൊക്കെ അറിയാം. നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്? എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കൂടുതൽ പേര്, ഇപ്പോൾ ഞാൻ 10 വർഷം സ്കൂളിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും സ്മോക്ക് ചെയ്താൽ പോലും പാരൻസിനെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് പറയുന്ന ഒത്തിരി രക്ഷിതാക്കളുണ്ട്, കുട്ടികളെ നിർത്തിയിട്ട്. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ടാണെങ്കിലും അത് തിരുത്താനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ ചെറിയതെന്നാണ് എന്ത് ചെയ്യുന്നത് വലുതിലേക്ക് കുട്ടികളെത്തുന്നത്. ഇപ്പം ദ്വീപിലെ ഒരു കണ്ടീഷൻ വെച്ച് ഇവിടെ വരുമ്പോൾ കുറേ കൂടി ഫ്രീഡമാണ്. അപ്പോൾ നാട്ടുകാരൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ കുടുംബ സംഗമത്തിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വർഷം മുൻപ് എന്നെ ഒരു ഫാമിലി വിളിച്ചത്, വലിയൊരു ഫാമിലിയാണ്, 100 above മെമ്പേഴ്സ് ഉണ്ട്. അവരെന്നോട് എനിക്ക് തന്ന ടോപ്പിക്ക് ഡ്രഗ്സിനെ കുറിച്ചായിരുന്നു. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, തുടങ്ങാം. ക്യാച്ച് ദം യങ് എന്നാണ്, കുട്ടിക്കാലം മുതൽ തുടങ്ങുക, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. തീർച്ചയായിട്ടും ഉമ്മ, താങ്ക് യു.